Hello everyone, welcome back to a new video. Today we'll be discussing the essay Nationalism, Modernity, Kerala-ness, a Subaltern Critic by Pradeepan Pambarikunna, which comes under MAS for Kerala Culture and Literature. So let's start by looking at the author biography. Pradeepan Pambarikunna, born in 1969 in Pambarikunna village of Kozhikode district, attended local government school before going to the University of Calicut. He stood first in the university in MA and went on to secure a PhD from the same university. His dissertation, written in Malayalam, is a Dalit reading of Kerala culture with special reference to literary works and proposes a critique of mainstream Kerala culture and the apparently secular nationalist idea of Keralatham or Kerala-ness. അപ്പോൾ അദ്ദേഹത്തിൻ്റെ PhD പോലെ തന്നെ അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും കേരള കൾച്ചറിലെ ദളിത് റീഡിംഗ് ആണ്. അതായത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അടുത്ത പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ മലയാളത്തിൽ ലക്ഷണമൊത്ത നോവൽ എന്ന് വിളിക്കുന്ന ചന്തുമേനോൻ്റെ ഇന്ദുലേഖ, അതിൽ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. എന്ത് കോൺഫ്ലിക്റ്റ് ആണ്? ഫ്യൂഡൽ മോഡേണിറ്റിയും വെസ്റ്റേൺ മോഡേണിറ്റിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ദളിത് ക്യാരക്ടർ എന്നൊരു ക്യാരക്ടർ പോലും നമ്മളവിടെ കാണുന്നില്ല. പക്ഷെ അതിനർത്ഥം അവർ ദളിത്സ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നല്ല. പക്ഷേ കോൺട്രാസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ പൊത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന നോവൽ നേരെ ഓപ്പോസിറ്റാണ്. ദളിത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ നോൺ നായർ നോവൽ ഇൻ മലയാളം എന്നുള്ളൊരു ലേബൽ അത് സരസ്വതി വിജയത്തിനുള്ളതാണ്. അതായത് ആ ഒരു വർക്കിൽ മാത്രമാണ് ഒരു ബ്രാഹ്മൺ ക്യാരക്ടറോ ഒരു നായർ ക്യാരക്ടറോ നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു നോവലും അധികം പോപ്പുലർ ആകാതെ പോയത്. കാരണം ആ സമയത്തെ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിലെല്ലാം തന്നെ ഒരു ബ്രാഹ്മൺ ഒരു നായർ ക്യാരക്ടർ എന്തായാലും വേണം. ദളിത് ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസൻ മേക്ക് എ ഡിഫറൻസ്. പക്ഷേ മെയിൻ സ്ട്രീം ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പായിട്ട് മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിജയമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പോപ്പുലർ ആകത്തില്ല. സോ ദാറ്റ് ആക്ച്വലി gives an idea about how caste works in a place like Kerala, where caste function as a hidden identity for Dalits and where a few people openly declare their caste. 1990s ഈ ഒരു ഷിഫ്റ്റ് വരുന്നത് ദളിത് തിങ്കിങ്ങിൽ. അതുവരെ ദളിത്സ് അൺടച്ചബിൾ, അൺഅപ്രോച്ചബിൾ, അൺസിയബിൾ എന്നുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു ജീവിച്ചിരുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന സമയമാണ്. 1990s ഒരു ഷിഫ്റ്റ് കാണുന്നതും ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, കാസ്റ്റാണ് എല്ലാ ഡിസ്ക്രിമിനേഷനും കാരണം എന്നുള്ളൊരു കാര്യം കുറേയൊക്കെ ആ ഒരു അവബോധം ഉണ്ടായി വരുന്നത് 1990s. അതിനെ ഹെൽപ്പ് ചെയ്തത് ഒരുപാടധികം ബ്രാഹ്മണിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ he says that all culture is caste culture. All the same, while there is a lively academic debate on caste, questions of Dalit identity and politics have very little foundation in grassroots politics, the author observes. ദളിത് പൊളിറ്റിക്സിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ദളിത്സിൻ്റെ ആഗ്രഹം കാസ്റ്റ് ഓവർകം ചെയ്യുക എന്നല്ല, കാസ്റ്റ് അനൈഹിലേറ്റ് ചെയ്യുക എന്നതായിരുന്നു. ഈ സിസ്റ്റം തന്നെ എല്ലാ അർത്ഥത്തിലും നിർത്തലാക്കുക എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോഴും നമുക്ക് കാസ്റ്റിസം ഉണ്ട്, ഇപ്പോഴും കാസ്റ്റിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു അനൈഹിലേഷൻ അവിടെ നടക്കുന്നില്ല. കുറേയൊക്കെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഓവർകം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈഴവരുണ്ട്, അവരുടെ SNDP ഉണ്ട്, നായരുണ്ട്, അവരുടെ ഓർഗനൈസേഷനായിട്ടുള്ള NSS ഉണ്ട്. പക്ഷെ ദളിത്സ് ഇങ്ങനത്തെ ഒരു രീതിയിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറമേ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോഴും അവർക്കുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അയ്യങ്കാളിയും അദ്ദേഹം കൊണ്ടുവന്ന SJPS എന്ന ഓർഗനൈസേഷനും. അവരുടെ ഗോൾ എന്ന് പറയുന്നത് കാസ്റ്റ് അബോളിഷൻ ആയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല, SJPS ഏകദേശം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവുകയാണ് എത്രമാത്രം കാസ്റ്റിന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും ഒരു പവർ ഉണ്ടെന്നും നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത് ഈ ഒരു ഐറണിയിലൂടെ തന്നെയാണ്. കാരണം
ആരൊക്കെയാണോ ഏതൊക്കെ കാറ്റഗറീസ് ആണോ അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും അവരുടെ പേരിലുള്ളത്, ആരാണോ കാസ്റ്റ് പവറായിട്ട് ഉപയോഗിക്കുന്നത് അവർ സെക്യുലർ ആണെന്ന് ഒരു കൺസിഡറേഷൻ വരുന്നു. അതുപോലെ തന്നെ ആർക്കാണോ ആ ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് വേണ്ടത്, ഒരു രീതിയിൽ അവരെ ഒരു ഇമാൻസിപ്പേഷൻ വേണ്ടത്, അവർ കാസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അവരെ അൺഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ദാറ്റ്സ് ദ ഐറണി. ആൻഡ് ദി ഓദർ പ്രദീപൻ ടീച്ചേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം at the Koilandi Regional Center of Sri Shankaracharya University of Sanskrit, Kaladi, and is widely recognized as a promising young intellectual. He has been writing on Dalit issues since 1993, publishing in the Mainstream Literary Journal and in several edited collections. He is a popular speaker not only in the academic world but also in the public life, and his books include Dalit Pattanam, Swatvam, Samskaram and Sahityam, has been published by the Kerala State Institute of Languages in its 50 years 50 book series. ഇത് ഓഥറിൻ്റെ ബയോഗ്രഫിയാണ്. ഇന്ന് നമ്മൾ എസ്സേയിലേക്ക് കടക്കുകയാണ്. എസ്സേയിലേക്ക് കടക്കുമ്പോഴും ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊരു മെയിനായിട്ട് കാസ്റ്റിസത്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ കൺക്ലൂഷൻ ആൻഡ് ദ അനാലിസിസ് വിൽ കം ഇൻ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി എസ്സേ. ഇതിൻ്റെ ഒരു ബേസിക് സമ്മറി ആയിരിക്കും നമ്മൾ നോക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ലെന്തി. ഈ ഒരു എസ്സേയിൽ ഓഥർ പറയുന്നത് കാസ്റ്റിസത്തിനെ കുറിച്ച് തന്നെയാണ്. നമ്മളിപ്പോൾ ഓഥർ ബയോഗ്രഫി പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് കാസ്റ്റിസം നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് വന്നതെന്നും അതെങ്ങനെയാണ് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് സ്ട്രക്ചർ ആണെന്നും ആണ് ഓഥർ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. It has an influence on an individual's social, political, cultural, religious, economic aspect of life. അതുപോലെ തന്നെ ഓഥർ ഡീബങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു വിശ്വാസമാണ് ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ നിന്നാണ് ഈ ഒരു ജാതി എന്നുള്ളൊരു സമ്പ്രദായം, ഈ ഒരു സിസ്റ്റം വന്നത് എന്നാണ് നമ്മളുടെ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, കോൺട്രറി ആണ്, നേരെ തിരിച്ചാണ്. കാസ്റ്റിസത്തിൽ നിന്നാണ് ഈ ഒരു ലാൻഡ് ലോഡിസം അല്ലെങ്കിൽ ജന്മി കുടിയാൻ എന്നുള്ള റിലേഷൻഷിപ്പ് വന്നത് എന്നാണ് ഓഥർ പറയുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോപ്പുലർ ഹൈറാർക്കി എന്താണ് ചോദിക്കുകയാണെങ്കിൽ, ടോപ്പ് പൊസിഷനിൽ നമുക്ക് നമ്പൂതിരിയുണ്ട്, അവരാണ് ജന്മിമാർ, ലാൻഡ് ലോഡ്സ്, നമ്പൂതിരിയും ബ്രാഹ്മൺ. പിന്നെ നായർ, ഹു ആർ മാനേജേഴ്സ് ആൻഡ് ഓവർസിയേഴ്സ്. ആൻഡ് ദെൻ വി ഹാവ് പുലയർ ആൻഡ് പറയർ, അഗ്രികൾച്ചറൽ സ്ലേവ് ലേബറേഴ്സ്. അപ്പോൾ ഈ വസ്തുക്കളും അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം തന്നെ, ലാൻഡ് എല്ലാം തന്നെ ബ്രാഹ്മൺ നമ്പൂതിരിമാരുടെ കയ്യിലായിരിക്കും. അത് നോക്കി നടത്തുന്ന ജോലിയായിരിക്കും നായർമാർക്ക്. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാനുള്ളൊരു അവസരം പുലയർ പറയർ പോലത്തുള്ള ലേബറേഴ്സിനും കാണും. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അങ്ങനെയാണ് ലാൻഡ് ലോഡിസം വരികയും, അപ്പോൾ അങ്ങനെയാണ് ലാൻഡ് ലോഡിസത്തിൽ നിന്ന് കാസ്റ്റ് വന്നു എന്നുള്ളൊരു തെറ്റായൊരു വിചാരം വരികയും ചെയ്തത്. പക്ഷെ നേരെ തിരിച്ചാണ്, ഈ കാസ്റ്റിസത്തിൽ നിന്നാണ് ലാൻഡ് ലോഡിസം വന്നതെന്നാണ് ഓഥർ പറയുന്നത്. അതുപോലെ 19th century മിഡ് 20th century ആയപ്പോഴാണ് പല കമ്മ്യൂണിസ്റ്റ് പ്രോഗ്രാമുകളും ലാൻഡ് റിഫോംസും വരുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ നവോത്ഥാനം അല്ലെങ്കിൽ ഏജ് ഓഫ് റെനൈസാൻസ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് വരികയും കാസ്റ്റിസവും ലാൻഡ് ലോഡിസവും എല്ലാം തന്നെ ഒരു നല്ലൊരു ശതമാനം കുറയുകയും ചെയ്തത്. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു മടിയായിരുന്നു ഈ ലേബറേഴ്സിനെ അവരുടെ ആ ഒരു സൈക്കിളിൽ നിന്ന് വിടാൻ അവർക്ക് മടിയായിരുന്നു. കാരണം അവർക്ക് മാത്രമേ പണി അറിയത്തുള്ളൂ. പാടത്ത് പണി അറിയാവുന്നത് ഈ പുലയർക്കും പറയർക്കും മാത്രമാണ്. അവരെ ഇപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് സ്ലേവ്സ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും മറ്റ് ജോലികൾ ചെയ്യാൻ നോക്കും, ആ ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ വിടുകയാണെങ്കിൽ പിന്നീട് പാടത്ത് പണിയാൻ വേറെ ആരും കാണത്തില്ല. അങ്ങനെയുള്ളൊരു പേടിയിൽ കുറേയൊക്കെ ഒരു മടി നമ്മൾ കണ്ടു. നവോത്ഥാന കേരളത്തിൽ പോലും ഈ ലോ കാസ്റ്റിന് അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരു മടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഈ ഒരു സബോൾട്ടേൺ കാസ്റ്റിൽ തന്നെ, ലോ കാസ്റ്റിൽ തന്നെ ഒരു കൂട്ടർ അവർ ചെയ്തിരുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ അടുത്ത ജനറേഷൻ ആണെങ്കിൽ പോലും അതേ ജോലിയിൽ തന്നെ ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ തന്നെ പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനത്തെ രീതിയിൽ ട്രാപ്പായി പോയ കുറച്ച് പേരുണ്ട്. അതേസമയം ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർ ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. അങ്ങനെ അവർ മറ്റ് ഒക്കുപേഷൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ വാസ് എ ഷോർട്ടേജ് ഇൻ അഗ്രികൾച്ചറൽ ലേബറേഴ്സ്. കാരണം ആകെ പണി അറിയാവുന്നത് അല്ലെങ്കിൽ പണിയെടുക്കുന്നത് ഈ ഒരു ലോവർ കാസ്റ്റിലെ ആൾക്കാരായിരുന്നു. ബാക്കി ഒരു കാസ്റ്റിലെ ആൾക്കാരും ഇങ്ങനത്തെ രീതിയിൽ പണിയെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ റെനേസാൻസിലൂടെ കാസ്റ്റിസം ബ്രേക്ക് ചെയ്തപ്പോഴേക്കും, അല്ലെങ്കിൽ കാസ്റ്റിസത്തിൽ ഒരു ചേഞ്ച് വന്നപ്പോഴേക്കും ലോവർ കാസ്റ്റിൽ കുറേ ആൾക്കാർ മറ്റ് ഒക്കുപേഷൻ സെക്ടറിലേക്ക് മാറി. അപ്പോഴേക്കും ഒരുപാടധികം ഇടിവ് വന്നു ഈ ഒരു ലേബറേഴ്സിൻ്റെ ഒരു നമ്പറിൽ. അത് ശരിക്കും റെനേസാൻസ് അല്ലെങ്കിൽ ആ ഒരു നവോത്ഥാന സമയത്തെ ആളുകൾ കൂടുതലും ഒരു എംപവർമെൻ്റ് എന്ന് കാണുന്നതിന് പകരം അന്നേ ഒരു ക്രൈസിസ് ആയിട്ടാണ് കണ്ടത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഹൗ ബാക്ക്വേർഡ് തിങ്കിങ് വി ആക്ച്വലി വെയർ ഡിസ്പൈറ്റ് അവർ പ്രോഗ്രസീവ് ക്ലെയിംസ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് പല നോവലുകളിലും അതുപോലെ തന്നെ തകഴിയുടെ രണ്ടിടങ്ങഴിയാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലത്തുള്ള പല നോവലുകളിലും എങ്ങനെയാണ് ജന്മേ കുടിയാൻ ഒരു റിലേഷൻഷിപ്പ് റൊമാൻറ്റിസൈസ് ചെയ്തിരിക്കുന്നതെന്നും നാച്ചുറലൈസേഷൻ ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ലിറ്ററേച്ചർ പോപ്പുലർ ആകുന്ന സമയത്ത് അത് വായിക്കുന്ന ആരും വിചാരിക്കും ഇത് നാച്ചുറലാണ്, ഇങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനത്തെ രീതിയിലാണ് ഒരു സൊസൈറ്റി മാറേണ്ടതെന്ന രീതിയിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു mid-19th അല്ലെങ്കിൽ 20th സെഞ്ച്വറി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ഈ ഒരു സിസ്റ്റം തന്നെ അതിൽ കുറച്ച് മാറ്റം വരാൻ തന്നെ കാത്തിരിക്കേണ്ട ഒരുപക്ഷെ അത്രയും സമയമെടുത്തത് അതുകൊണ്ടായിരിക്കാം. ഈ ഒരു കാസ്റ്റിസം എന്ന് പറഞ്ഞത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. ഏത് നിമിഷവും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന, ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോധം വരുന്നില്ല. ഇത് നാച്ചുറൽ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ച് പോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും കാസ്റ്റിസം നിലനിൽക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. അതിനുശേഷം ഓഥർ പറയുന്ന ഒരു കാര്യം നമ്മുടെ നവോത്ഥാനത്തിനെ കുറിച്ച് തന്നെയാണ്. അവിടെയും നമുക്കൊരു ഡിവിഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചില ആൾക്കാരെ മാത്രം നമ്മൾ നമ്മുടെ റെനേസാൻസ് ഫിഗേഴ്സ് ആയിട്ട് കാണുന്നു. അതിൽ പലപ്പോഴും ഹൈ കാസ്റ്റിൽ ആൾക്കാരെ തന്നെയാണ് നമ്മൾ ആ ഒരു ലേബിൾ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം ലോ കാസ്റ്റിൽ നിന്നും ഒരുപാടധികം ഒരുപാടധികം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ വേണ്ട അവർ അർഹിക്കുന്ന ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. എക്സാമ്പിൾ റാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇവ രണ്ടുപേരും നമ്മൾ ഹീറോസ് ഓഫ് റെനേസാൻസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ജ്യോതിറാവ് ഫൂലെ അദ്ദേഹം he analyzed the caste oppression in a broad modern perspective and struggled uncompromisingly against it. അതുപോലെ തന്നെ അയ്യങ്കാളി. ഇവ രണ്ടുപേരും ലോവർ കാസ്റ്റിൽ നിന്നാണ് വന്നത്. ദളിത്സിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അവരെ നമ്മൾ ആ ഒരു കാസ്റ്റിൽ തന്നെ അടച്ചിടുന്നു. They are considered as emperors of Pulayar or Dalit fighters but not as icons for Kerala. ആ ഒരു ബ്രോഡ് സെൻസിലുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. എഗെയിൻ അവിടെ അങ്ങനത്തെ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നവോത്ഥാനം എന്നും റെനേസാൻസ് എന്ന എംപവർമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ സെൻസിലും ഒരു എംപവർമെൻറ്റ് നമുക്ക് അപ്പോഴും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ഒരു മോഡേണൈസേഷൻ്റെ കൂടെ തന്നെ വന്നൊരു കാര്യമാണ് വേൾഡ് സിറ്റിസൺഷിപ്പ്. കാരണം എങ്ങനെയാണോ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ഇന്ത്യൻസിനെ ഒരു സ്യൂഡോ ബ്രിട്ടീഷേഴ്സ് ആക്കാൻ നോക്കിയത്, അതുപോലെ തന്നെ ലോവർ കാസ്റ്റിലെ ആൾക്കാരെ ഒരു സ്യൂഡോ ഹൈ കാസ്റ്റ് ആയിട്ട് നോക്കാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാൻ ഒരു ശ്രമം അവിടെ നടത്തി. കാരണം എന്താണ്, നമ്മൾ കോളനൈസേഷൻ്റെ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ബ്രിട്ടീഷ് ആവുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ സംസാരിക്കുക, നടക്കുക, അവരെ പോലെ വസ്ത്രം ധരിക്കുക, അതാണ് അൾട്ടിമേറ്റ് ഗോൾ. കാരണം അവരാണ് സുപ്പീരിയർ എന്നുള്ള രീതിയിൽ നമ്മൾ
വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ഹൈ കാസ്റ്റിൻ്റെ ആൾക്കാർ അവർ സംസാരിക്കുന്ന രീതി അതാണ് സുപ്പീരിയർ, അതാണ് ഡോമിനൻ്റ് എന്നുള്ളൊരു തെറ്റായ ചിന്ത അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ലോവർ കാസ്റ്റിൽ ഒരാൾ അയാളുടെ സ്വന്തം കാസ്റ്റ് വെളിപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ വീണ്ടും നടക്കുമോ എന്നുള്ളൊരു പേടിയും അവിടെ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി കാസ്റ്റിസത്തിൽ വരുമ്പോൾ ഈ ഒരു കുറേ ഫീലിങ്സ് ആണ് നമ്മൾ കാണുന്നത്. മടി, അതുപോലെ തന്നെ പേടി, സ്വന്തം കാസ്റ്റ് റിവീൽ ചെയ്യാനുള്ളൊരു ഭയം, അതാണ് കൂടുതലും നമ്മൾ കാണുന്നത്. ഈ ഒരു യൂണിവേഴ്സാലിറ്റി, അതായത് വേൾഡ് സിറ്റിസൺഷിപ്പ്, ഇത് നമ്മളുടെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അങ്ങനത്തെ രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ആയിരുന്നു, മെയിൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലോവർ കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക്, എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾക്ക് ഒരു പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ലായിരുന്നു ആ സമയത്ത് ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്തായിരുന്നു? ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പോലത്തുള്ള ഫിഗേഴ്സ് തുടങ്ങി വെച്ച ആ ഒരു ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ സമയത്ത് കേരള കൾച്ചറിൽ കൂടുതലും മൂവ്മെൻറ്റ്സ് വന്നിരുന്നത്. കാസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്തിരുന്നത് യൂണിവേഴ്സൽ സിറ്റിസൺ ആവുക എന്നുള്ളതായിരുന്നു. കാസ്റ്റ് നിൽക്കട്ടെ, അത് കുഴപ്പമില്ല, അത് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്ന ആൾക്കാരും അത് കാസ്റ്റ് കൊണ്ട് അധികം പ്രിവിലേജസ് ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. അവരായിരുന്നു ഡോമിനൻ്റായി നിന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കാസ്റ്റ് ഇറാഡിക്കേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്തും ഇപ്പോഴുമാണെങ്കിലും അങ്ങനത്തെ രീതിയിലൊരു ആക്ഷൻസ് ആരും തന്നെ എടുക്കാത്തത്. ബിക്കോസ് വി ഓൾ നീഡ് അവർ കാസ്റ്റ് ടു സർവൈവ്. ഇറ്റ് ഗിവ്സ് us എ സർട്ടൺ പവർ ആൻഡ് പ്രിവിലേജ് ആൻഡ് ഐഡൻറ്റിറ്റി. ആൻഡ് അവിടെയും ഈ ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റുമായിരുന്നു. കാരണം എല്ലാ ആൾക്കാരും യൂണിവേഴ്സൽ സിറ്റിസൺ ആണ്, എല്ലാവർക്കും ഈ ഒരു ലോകത്തൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ് ബേസിക്കലി യൂണിവേഴ്സൽ ഹ്യൂമനിസം. എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ള രീതിയിൽ ഹ്യൂമാനിറ്റേറിയൻ ഐഡിയാസും ഇക്വാളിറ്റി ഉള്ളൊരു ഐഡിയ ആണ് യൂണിവേഴ്സൽ ഹ്യൂമനിസം. ഇതാണ് ആ ഒരു നവോത്ഥാന സമയത്ത് പോപ്പുലർ ആയിരുന്ന ഐഡിയ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞത്, ചില ഫിഗേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ചിലർക്ക് മാത്രം കൺസിഡറേഷൻ കൊടുക്കുന്നു. എക്സാമ്പിൾ അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, കൃഷ്ണഡായി ആശാൻ, ഇവരെല്ലാവരും തന്നെ കാസ്റ്റിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞവരാണ്, ലോവർ കാസ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ്. പക്ഷേ അവരെ ഒരിക്കലും ഒരു കേരളാസ് നാഷണൽ ലീഡർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ളൊരു ലേബിൾ അവർക്ക് ഒരിക്കലും കൊടുത്തിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ, ബിക്കോസ് ദേ വേ ഫ്രം എ ലോവർ കാസ്റ്റ്, കൺസിഡറബിളി ലോവർ കാസ്റ്റ്. സോ അതുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ഒരു ഐഡിയയിൽ പോലും ഫ്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പോലും കാസ്റ്റിസം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് പറയുന്നത് എങ്ങനെയാണ് കാസ്റ്റിസത്തിലൂടെ തന്നെ ഓരോ ഓർഗനൈസേഷൻസ് വന്നതെന്നും അവരുടെ പവർ ഉപയോഗിച്ച് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്തതെന്നും അതിലൊക്കെ കൂടി അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി കുറച്ചും കൂടി സ്ഥിരപ്പെടുത്തുകയായിരുന്നു, സ്ട്രെങ്തൻ ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ വി ഹാവ് NSS ആൻഡ് SNDP ആസ് എക്സാമ്പിൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം the group who followed an anti-caste ideology grew increasingly fragile and ended up as dysfunctional in our democracy. Example is SJPS by അയ്യങ്കാളി. അപ്പോൾ ഇവിടെ ഒരു ഹിപ്പോക്രസി നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സവർണ സെക്ഷൻ അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർ ഇപ്പോഴും ഒരു പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോഴും കാസ്റ്റ് ഹൈറാർക്കിയുടെ പേരിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷെ അതേസമയം ലോവർ കാസ്റ്റിൽ നിന്ന് വരുന്ന അത്രയും എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ട് ഒരു ഫ്രീഡത്തിന് വേണ്ടി അത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലോ, നെയിംലി ദ ദളിറ്റ്സ്, അവരുടെ കാസ്റ്റ് ഉപയോഗിച്ച് അവസരങ്ങൾ തേടി വരുമ്പോൾ അവരെ നിങ്ങൾ കാസ്റ്റ് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് നാണമില്ല നിങ്ങളുടെ കാസ്റ്റ് ഉപയോഗിക്കാൻ, ഇത് അൺഡെമോക്രാറ്റിക് ആണ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ളൊരു
വെച്ച് അവരെ അണ്ടർമൈൻ ചെയ്യുന്നു. ദാറ്റ്സ് ദി ഐറണി. കാരണം ഏത് ഗ്രൂപ്പാണോ ഈ ദളിറ്റ്സിനെ കാസ്റ്റിൻ്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതേ ഗ്രൂപ്പ് അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഈ ഡോമിനൻ്റായി നിൽക്കുന്ന ദളിറ്റ്സിനെ അണ്ടർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളും അവരും അവരുടേതായ കാസ്റ്റ് ഉപയോഗിച്ചാണ് കുറേ പ്രിവിലേജസ് അവർ നേടിയെടുക്കുന്നത്. പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല. ദാറ്റ്സ് ദി ഹിപ്പോക്രസി. So what actually happened is Ayyangali's ideals were never able to bear fruit as the oppressed continued to live in the circle of traditional occupation and status, where caste functioned as their identity and the destroyer of their individuality at the same time. സോ അതാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് കാസ്റ്റിസം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റം നിർത്താത്തതെന്നും എങ്ങനെയാണ് അതൊരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ എല്ലാ രീതിയിലുള്ള ആസ്പെക്റ്റിലും, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, എല്ലാ ഒരു ആസ്പെക്റ്റിലും കാസ്റ്റ് എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടു. കാരണം നമ്മൾ എത്രമാത്രം കാസ്റ്റിസം പ്രാക്ടീസ് ചെയ്യുന്നില്ല, കാസ്റ്റ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇൻഡയറക്ട്ലി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു. നൂറ്റാണ്ടുകളായി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അത് അത്ര പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ബേസിക്കലി ഇതിൽ കണ്ടത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള ഒരു കാസ്റ്റിസത്തിനെ കുറിച്ചും മെയിനായിട്ടുള്ള അഗെയിൻ മലയാളം ലിറ്ററേച്ചറിൽ നമ്മൾ കുറച്ചും കൂടി നായേഴ്സിൻ്റെ റോൾ എന്താണെന്നും ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം വന്നപ്പോൾ കേരള കൾച്ചർ ആൻഡ് ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് കുറച്ച് വ്യത്യാസങ്ങൾ വന്നത്, ബേസിക്കലി കാസ്റ്റിസത്തിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും എങ്ങനെയാണ് കുറച്ച് ചേഞ്ചസ് വന്നതെന്നായിരിക്കും നോക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ and stay tuned for the next video. Till then, thank you.